Hello, this is Python Malayalam. Python Malayalam മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഇവന്റ്സുകളെ കുറിച്ചാണ് പറയുന്നത്. Events and signals. So this is our basic window. എന്താണ് ഇവന്റ്സ്? നമ്മൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ Ctrl+C അല്ലെങ്കിൽ ഏതെങ്കിലും കീ പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നു, ഇതൊക്കെ ഓരോ ഈവന്റുകളാണ്. അതിനെ നമുക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാം, കണ്ടുപിടിക്കാം, അതിൻ്റെ കീ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഒരു കീക്ക് എങ്ങനെ അസൈൻ ചെയ്യാം. ഇപ്പോൾ Ctrl+A എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇന്ന സംഭവിക്കണം എന്നൊക്കെ എങ്ങനെ നമുക്ക് അസൈൻ ചെയ്യും. ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. സോ ദിസ് ഈസ് അവർ ബേസിക് ഫ്രെയിം വർക്ക്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നിട്ട് ബട്ടണിന് എങ്ങനെ ഒരു ഫങ്ഷൻ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ബട്ടൺ ഡോട്ട് സർവ്, എന്നിട്ട് നമ്മൾ ബട്ടൺ ഡോട്ട് ക്ലിക്ക്ഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിനെ കണക്ട് ചെയ്യും. നമ്മുടെ ഫങ്ഷൻ എന്താണ് ക്ലിക്ക്ഡ് എന്ന് പറയുന്നത് ഫങ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ ഫങ്ഷൻ ഇവിടെ ക്ലിക്ക്ഡ്, അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു ബട്ടൺ ക്ലിക്ക്ഡ്. ഓക്കെ, നമ്മൾ റൺ ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺസോളിൽ ബട്ടൺ ക്ലിക്ക്ഡ് എന്ന് കാണാം. ഈ രൂപത്തിൽ നിങ്ങളത് പഠിച്ചു. സമാനമായ മറ്റൊരു ബട്ടൺ കൂടി നമ്മുടെ വിൻഡോയിലുണ്ടെന്ന് കരുതുക. ഓക്കെ, ബട്ടൺ 2 നമുക്കൊന്ന് മൂവ് ചെയ്ത് വെക്കാം. ഒരു 50 മൂവ് ചെയ്ത് വെച്ചു. ഇതും രണ്ട് ബട്ടൺ ഉണ്ട്. രണ്ടും ഒരേ ഫംഗ്ഷന് തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, സെൽഫ് ഡോട്ട് ക്ലിക്ക്. അപ്പോൾ ഏത് ബട്ടൺ ആണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഇൻസേർട്ട്, ഇത് ഡിലീറ്റ് എന്നാണ് സങ്കല്പിക്കാം. ഓക്കെ, ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഒരേ ഫംഗ്ഷൻ തന്നെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനുകൾക്ക് മനസ്സിലാകണമെന്ന് കരുതുക. നമ്മുടെ പ്രോഗ്രാമിംഗ് സ്ട്രാറ്റജി ഇങ്ങനെയാണ്. ഏത് ബട്ടണിൽ നിന്നാണ് ആ ക്ലിക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഫംഗ്ഷന് മനസ്സിലാകണം. എങ്ങനെ മനസ്സിലാക്കണം? അതിനാണ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ പൈക്കറ്റ് ഫോറിലുണ്ട്. സെൽഫ് ഡോട്ട് സെൻറ്റർ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സെൻറ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സെൽഫ് ഡോട്ട് സെൻറ്റർ. എന്നിട്ട് നമ്മൾ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ സെൻറ്റർ ഡോട്ട് ടെക്സ്റ്റ്. ഈ സെൻറ്റർ എന്ന് പറയുന്നത് ഏത് ബട്ടണാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ബട്ടണാണ് സെൻറ്റർ. അതിൻ്റെ ടെക്സ്റ്റ് എടുത്ത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കാണാം. ഇൻസേർട്ട് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡിലീറ്റ് ബട്ടണിൽ നിന്നാണ് നിങ്ങൾക്ക് അറിയാം. സോ അതാണ് സെൻറ്റർ. ഇതൊരു പുതിയ കാര്യമാണ്. ഇനി നമുക്ക് മൗസ് ഈവൻറ്റുകൾ, ഉദാഹരണത്തിന് മൗസ് പ്രസ് ചെയ്യുന്നു എന്നുള്ളത്, അത് നമ്മൾ ഒരു ഫങ്ഷനായിട്ടാണ് നമ്മളിതിനെ മൗസ് പ്രസ് എന്ന് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൗസ് പ്രസ് ഈവൻറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ പേരവിടെ കിട്ടും. അതിൻ്റെ ഉള്ളിൽ ഡീഫോൾട്ടായിട്ട് ക്യൂ മൗസ് ഈവൻറ്റ് എന്താണെന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. സോ മൗസ് ക്ലിക്ക്. ഇനി നമ്മൾ ഇത് റൺ ചെയ്ത് നോക്കാം. നമ്മൾ മറ്റൊന്നും ആഡ് ചെയ്യുന്നില്ല. മൗസ് പ്രസ് ഈവൻറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മാത്രമേ ക്ലിക്ക് ചെയ്യുന്നു, റൺ ചെയ്യുന്നുള്ളൂ. സോ നമ്മളിത് റൺ ചെയ്യുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. സ്റ്റോപ്പ് ചെയ്യാം. മൗസ് ക്ലിക്കഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇതിന് താഴെയാണ് ചെയ്യേണ്ടത്. സെൽഫ് ഡോട്ട് ഷോ അതിന് മുകളിൽ വരണം. ഓക്കെ, നമ്മൾ റൺ ചെയ്യുന്നു. നമ്മൾ എവിടെ മൗസ് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാം മൗസ് ക്ലിക്ക്. സോ മൗസിൻ്റെ ക്ലിക്കിംഗ് ഫംഗ്ഷനുകളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരാളാണ് മൗസ് പ്രസ് ഈവൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മൗസിൻ്റെ ഡബിൾ ക്ലിക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ഈവൻറ്റ് എന്ന് പറയുന്ന മറ്റൊരാളുണ്ട് ഇവിടെ. പ്രിന്റ് ഡബിൾ ക്ലിക്ക്. ഓക്കെ, നമ്മൾ റൺ ചെയ്യുന്നു. സിംഗിൾ ക്ലിക്കിനൊക്കെ മൗസ് ക്ലിക്ക്ഡ് വരുന്നതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസ് ക്ലിക്ക്ഡ് എന്നുള്ളതും ഡബിൾ ക്ലിക്ക്ഡ് എന്നുള്ളതും ഒരുമിച്ച് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡബിൾ ക്ലിക്ക് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ മൗസ് ഡബിൾ ക്ലിക്ക് ഈവൻറ്റ് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കീ പ്രസ് ഈവൻറ്റ് ഒരു കീ ഈവൻറ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് എന്താണ് കീ ഈവൻറ്റ് ഡോട്ട് കീ പ്രിൻ്റ് ചെയ്യണം. ഏത് കീയാണ് പ്രസ് ചെയ്തതെന്ന് അറിയണം. അപ്പോൾ നമ്മൾ വിൻഡോ റണ്ണായി. നിങ്ങൾ കീബോർഡിൽ ഓരോ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട്
ഓരോ നമ്പറുകൾ ഇവിടെ അങ്ങനെ വരുന്നതാണ്. അത് ഓരോ കീക്കും അസൈൻ ചെയ്തിട്ടുള്ള ഓരോ നമ്പറുകളാണ്. അപ്പോൾ ആ നമ്പർ യൂസ് ചെയ്തിട്ട് ഏത് കീ ആണ് നിങ്ങൾ പ്രസ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി വേറെ രൂപത്തിലും ഈ കീകൾക്ക് എന്താണ്, നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് എസ്കേപ്പ് കീ ആണ് അടിച്ചത് എങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇഫ് ക്യൂ കീ ഈവൻ ഡോട്ട് കീ പാരന്തസിസ് കൊടുക്കാൻ മറക്കരുത് ഈസ് ഈക്വൽ ടു ക്യൂട്ടി കോർ. അപ്പം ക്യൂട്ടി കോർ മൊഡ്യൂൾ നമുക്ക് ആവശ്യമാണ്. ക്യൂട്ടി കോർ, ഓക്കെ, ക്യൂട്ടി കോർ ഡോട്ട് ക്യൂട്ടി കീ അണ്ടർസ്കോർ എസ്കേപ്പ്. ഓക്കെ, എസ്കേപ്പ് കോളൻ പ്രിന്റ് ഗോട്ട് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ആഡ് ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുത്തത് എന്താ വെച്ചാൽ നമ്മൾ പ്രസ് ചെയ്യുന്ന കീ അത് എസ്കേപ്പ് കീ ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേറെയും കീ ഒക്കെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. കീ ഡോട്ട് EC012345 കംപ്ലീറ്റ് ആളുകൾ അവിടെ ഉണ്ട്. സോ നമുക്ക് എസ്കേപ്പ് കീ ആണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എസ്കേപ്പ്. ഇത് നമ്മൾ റൺ ചെയ്യുന്നു. പല മൗസ് ക്ലിക്ക് കിട്ടുന്നുണ്ട്, ഡബിൾ ക്ലിക്ക് കിട്ടുന്നുണ്ട്, പല കീകളും നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എസ്കേപ്പ് കീ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാം ഗോട്ട് ഇറ്റ് എന്നവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ ഈ രൂപത്തിലാണ് മൗസിൻ്റെ ഈവൻസും കീ പ്രസ് ഈവൻസുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സെൻറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഏത് വിഡ്ജറ്റാണ് ഏത് ഒബ്ജക്റ്റാണ് ഒരു സിഗ്നൽ സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ ഇൻ ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. ഗുഡ് ബൈ.